ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അസ്ഗർ യാസിൻ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ജിമ്മിൽ പോകുന്നവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ടോപ്പിക്കല്ല, മറ്റുള്ളവർക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജനറൽ ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിൽ എന്താണ് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ചൂട് സമയത്ത്, അതായത് ഏപ്രിൽ മാർച്ച് മാസങ്ങളിലൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അപ്പോൾ ആ ചൂടിനെ നമുക്ക് തരണം ചെയ്യാൻ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആക്കി നിർത്താനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു 5 ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 5 ഫുഡ് ഐറ്റംസും ഞാൻ നിങ്ങൾക്ക് പറയുന്നത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിന്ന് ഈസിലി കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നോക്കുകയാണെങ്കിൽ തണ്ണിമത്തൻ നമ്മുടെ അവിടെ എല്ലാവർക്കും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ചൂട്, ഈ മാർച്ച് ഏപ്രിൽ മെയ്യിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു ഫ്രൂട്ട് കൂടാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ തണ്ണിമത്തങ്ങയുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, തണ്ണിമത്തൻ നമ്മുടെ ബോഡിയിൽ ഹൈഡ്രേറ്റ് ആക്കി നിർത്തും നമ്മുടെ ശരീരം. അതായത് ചൂട് സമയത്തൊക്കെ ജലാംശം ഇറങ്ങിപ്പോയാലും നമുക്ക് ഹൈഡ്രേറ്റ് ആക്കി നിർത്താനായിട്ട് തണ്ണിമത്തങ്ങ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാനും നല്ലപോലെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടാണ് തണ്ണിമത്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം 4 ദിവസമെങ്കിലും ഉൾപ്പെടുത്താം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഷുഗർ ഉള്ളവരൊക്കെയാണെങ്കിൽ തണ്ണിമത്തങ്ങ മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്ത് നിർത്തുക. കാരണം ഷുഗർ സ്പൈക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലല്ല. കാരണം അതിൽ വരുന്ന സിമ്പിൾ ഫോം ഓഫ് ഷുഗർ ഉണ്ട്, അത് ഫ്രൂട്ടിൽ വരുന്ന ഷുഗർ ഉണ്ട്. ആ ഷുഗർ നമുക്ക് ബോഡിയിൽ ഷുഗർ സ്പൈക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരൊന്നും അതിൽ നിന്ന് മാറി വിട്ട് നിൽക്കുക. ഓക്കെ, ബാക്കിയുള്ളവർക്കൊക്കെ തണ്ണിമത്തങ്ങ യൂസ് ചെയ്യാം. നല്ലൊരു ഫ്രൂട്ട് കൂടെ തന്നെയാണ്. പിന്നെ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഷമാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല, അതിൻ്റെ പേര്. നമ്മളിവിടെയൊക്കെ പറയുന്നത് ഷമാം എന്നാണ്. അതിൻ്റെ ഫോട്ടോ നമുക്ക് മുകളിൽ കാണിക്കാം. അപ്പോൾ അത് നല്ലൊരു ഫ്രൂട്ടാണ്, ശരീരം തണുപ്പിക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഫ്രൂട്ടാണ്. അത് നിങ്ങൾക്ക് ഷെയ്ക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമലായിട്ട് സാധാ പോലെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ജലദോഷവും തുമ്മലൊക്കെ പെട്ടെന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ഷമാമ ഒരുപാട് കഴിക്കാണ്ടിരിക്കുക, അത് കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു ഫുഡ് നോക്കാനുള്ളത്, അത് ഫ്രൂട്ട്സ് അല്ല, വെജിറ്റബിളാണ്. നമ്മുടെ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കുക്കുംബർ നല്ലപോലെ ജലാംശം അടങ്ങി വരുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ അത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്കുള്ള ജലാംശം കൊടുക്കും, ഡീഹൈഡ്രേഷനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ശരീരം തണുപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കുക്കുംബർ നിങ്ങൾ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുക. നിങ്ങളിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ നോക്കണവരാണെങ്കിലും ഈ രാത്രിത്തെ ഫുഡൊക്കെ അവോയ്ഡ് ആക്കിയിട്ട് അതായത് റൈസൊക്കെ അവോയ്ഡ് ആക്കിയിട്ട് അതിനകത്ത് കുക്കുംബർ സാലഡൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റും ലോസ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ശരീരം തണുപ്പിക്കാനും ഹൈഡ്രേറ്റ് ആക്കി നിർത്താനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിയിട്ട് നീങ്ങാം, കുക്കുംബറൊക്കെ പോലുള്ള ഫുഡാണെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം കൂടെ തന്നെയാണ്. അപ്പോൾ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ വെള്ളരി എന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ട വെള്ളരി വരുന്നുണ്ട്, അത് ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സാധാരണ വെള്ളരി വരുന്നുണ്ട്. അപ്പോൾ പൊട്ട വെള്ളരി ചിലപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളരിക്ക് യൂസ് ചെയ്യാം. വെള്ളരി എന്ന് പറയുമ്പോൾ ചിലർക്ക് ജ്യൂസ് അടിച്ച് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നോർമലായിട്ട് ചുമ്മാ കഴിക്കുക, അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോർമൽ കഴിക്കുക, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ളരിക്ക കയ്പുള്ള വെള്ളരിക്ക ഉണ്ട്, അതുപോലെ തന്നെ കയ്പില്ലാത്തതുണ്ട്. കയ്പുള്ള കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിൽ നിങ്ങൾ വെള്ളരിക്ക കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വെള്ളരിക്ക നിങ്ങൾക്ക് ഫുഡിൽ ഉൾപ്പെടുത്താം. വെള്ളരിക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ശരീരം തണുപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നല്ലപോലെ തന്നെ. പിന്നെ അടുത്ത വരുന്നതാണ് മോരെന്ന് പറയും. നമ്മുടെ നാട്ടിൽ സംഭാരം എന്നൊക്കെ പറയുന്നില്ലേ, അത് നല്ലപോലെ തന്നെ ശരീരം തണുപ്പിക്കുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ മോര് അല്ലെങ്കിൽ സംഭാരം അത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിലും അമ്മമാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും ഈ സംഭാരം ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ലപോലെ തന്നെ ശരീരം തണുപ്പിക്കാനൊക്കെ ആയിട്ട് അടിപൊളി സാധനമാണ്. അതുപോലെ തന്നെ ബോഡി ഹൈഡ്രേറ്റ് ആക്കി നിർത്തുകയും ചെയ്യും. ഈ ഇപ്പോൾ ചൂട് സമയത്തൊക്കെ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫുഡിൻ്റെ കൂടെ സംഭാരമൊക്കെ യൂസ് ചെയ്യാം, അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഈ പറഞ്ഞ 5 ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ ഡെയിലി ഫുഡ് ഐറ്റംസിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ഈ ഭയങ്കര ചൂടിൽ നിന്നൊക്കെ നമുക്കൊരു പരിധി വരെ ഒന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യാം. കൂടാതെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ മാസലാമ, ടേക്ക് കെയർ.